എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ജ്യോതിഷ ലോകത്തിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ്. നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യജീവിതത്തിൽ ദീർഘകാലം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളിലൊന്നായ ശനിയുടെ വക്രഗതി ആരംഭിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ശനി തൻ്റെ സഞ്ചാര വേഗം ക്രമേണ കുറച്ച് സ്തംഭനാവസ്ഥയിലെത്തിയിരുന്നു. ആ ഘട്ടം പിന്നിട്ട ശേഷം ഇപ്പോൾ ജൂലൈ 29 മുതൽ ഡിസംബർ 11 വരെ ഏകദേശം 136 ദിവസത്തേക്ക് ശനി വക്രഗതിയിലായിരിക്കും. ഡിസംബർ 12 വരെയുള്ള ഒരു കാലഘട്ടം. ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടം വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും പല വിധത്തിൽ സ്വാധീനിക്കുമെന്നാണ് സംഹിതാ ജ്യോതിഷം സൂചിപ്പിക്കുന്നത്. ശനിയുടെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ആ ചർച്ചയുടെ തുടർച്ചയായി ഈ വക്രഗതി ലോക സംഭവങ്ങളുമായും നമ്മുടെ വ്യക്തിജീവിതവുമായും എങ്ങനെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാമെന്നാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ശനി സഞ്ചാരവേഗം കുറച്ച് സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയ കാലം മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധഭീതിയും അന്തർദേശീയ സംഘർഷങ്ങളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നാം കണ്ടു. ശനിയുടെ വക്രഗതിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ചില സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് 1939 സെപ്റ്റംബറിൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലഘട്ടത്തിലും ശനി വക്രഗതിയിലായിരുന്നു. അതുപോലെ 1990 കുവൈറ്റ് യുദ്ധം ആരംഭിച്ച സമയത്തും ശനി വക്രഗതിയിലായിരുന്നു. ഇത് ശ്രദ്ധേയമായ ഒരു ജ്യോതിഷപരമായ നിരീക്ഷണമാണ്. അതായത് എക്കാലയളവിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വീക്ഷണമാണ്. എന്നാൽ ഇതുകൊണ്ട് യുദ്ധങ്ങൾക്ക് കാരണം ശനി വക്രഗതി ആയതുകൊണ്ടാണെന്ന് പറയാനാവില്ല. ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾക്ക് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, നയതന്ത്രപരമായ ഒട്ടേറെ ഘടകങ്ങൾ കാരണമാകാറുണ്ട്. സംഹിതാ ജ്യോതിഷം ഇത്തരം ഗ്രഹചലനങ്ങളും ലോക സംഭവങ്ങളും തമ്മിലുള്ള സാധ്യതാപരമായ ബന്ധങ്ങളെ പഠിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഹിതാ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒരു ഗ്രഹചലനം മാത്രമാണ് എല്ലാ സംഭവങ്ങൾക്കും കാരണമെന്ന് ജ്യോതിഷം പറയുന്നില്ല. എല്ലാ വർഷവും ശനി ഒരു നിശ്ചിത കാലയളവിൽ വക്രഗതിയിലേക്ക് പ്രവേശിക്കാറുണ്ട്. എന്നാൽ എല്ലാ വക്രഗതി കാലവും ഒരുപോലെ അല്ല അനുഭവപ്പെടുന്നത്. ശനി ഏത് രാശിയിലാണ്, ഏത് നക്ഷത്രത്തിലാണ്, മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, അതോടൊപ്പം നടക്കുന്ന മറ്റു പ്രധാന ഗ്രഹസംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഓരോ വർഷത്തെയും ഫലങ്ങളിൽ വ്യത്യാസം വരുന്നത്. ഈ വർഷം ജൂലൈ 29 മുതൽ ഡിസംബർ 11 വരെ ഏകദേശം 136 ദിവസത്തേക്കാണ് ശനി വക്രഗതിയിലാകുന്നത്. മീനം രാശിയിലാണ് ശനി തൻ്റെ വക്രഗതി സഞ്ചാരം തുടങ്ങുന്നത്. മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ. വരാഹമിഹിരാചാര്യനാൽ വിരചിതമായ ബൃഹത് സംഹിതയിൽ ശനി രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചില പ്രത്യേക സൂചനകൾ നൽകുന്നുണ്ട്. ഭരണ സംവിധാനത്തെയും സമൂഹത്തിലെ ചില വിഭാഗങ്ങളെയും ബാധിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകാമെന്നാണ് അവിടെ പറയുന്നത്. ഇതിനെ അക്ഷരാർത്ഥത്തിലുള്ള പ്രവചനമായി കാണേണ്ടതില്ല. സംഹിതാ ജ്യോതിഷം കാലഘട്ടങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നൽകുന്ന ഒരു നിരീക്ഷണമായാണ് ഇതിനെ കാണേണ്ടത്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ലോകത്ത് നമ്മൾ കാണുന്ന ചില സമകാലിക സംഭവ വികാസങ്ങളുമായി അവയെ താരതമ്യം ചെയ്യുമ്പോൾ ചില സാമ്യങ്ങൾ കാണാനാകുന്നു. ഇത് കാരണം ഫലസംബന്ധമാണെന്ന് പറയാനല്ല, മറിച്ച് സംഹിതാ ജ്യോതിഷം കാലഘട്ടങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് മനസ്സിലാക്കാനാണ് ഈ പരാമർശം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിലെ നിരീക്ഷണങ്ങൾ ഇന്നത്തെ ചില സംഭവവികാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൗതുകകരമായ ചില സാമ്യങ്ങൾ കാണുന്നു. അത്തരത്തിലുള്ളൊരു പരാമർശമാണ് ബൃഹത്സംഹിതയിൽ ശനി രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് എൻ്റെ നിരീക്ഷണമല്ല, ഋഷിപ്രോക്തമായ ജ്യോതിഷ പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ പഠനവും ഗവേഷണവും നടത്തുന്ന ശ്രീ മധു നായർ സാർ ചൂണ്ടിക്കാണിച്ച ഒരു നിരീക്ഷണമാണിത്. ഗോചരശനി രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അഭിജിത്ത് ദിഗ്ബേ ഒരു CJP എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭവും ആരംഭിച്ചു. ഇതിനു മുമ്പ് ശനിയുടെ കഴിഞ്ഞ പരിക്രമണത്തിൽ 1996 ശനി രേവതി നക്ഷത്രത്തിൽ സഞ്ചരിച്ച കാലത്തും സമാനമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോഴുണ്ടായ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നത്. വീണ്ടും
ശനി രേവതിയിലെത്തിയ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയും ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് പ്രക്ഷോഭവുമായി അനുബന്ധമായിട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. കാലചക്രത്തിൻ്റെ കൗതുകകരമായൊരു സാമ്യമായിട്ട് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നു. ഇതാണ് ശനിയുടെ നീതി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സംഹിതാ ജ്യോതിഷത്തിൽ ഇത്തരം ഗ്രഹചലനങ്ങൾ ലോക സംഭവങ്ങളുമായി ചേർത്ത് പഠിക്കാറുണ്ട്. അതിനാൽ ശനിയുടെ വക്രഗതി ജ്യോതിഷത്തിൽ വളരെ ശ്രദ്ധയോടെ വിലയിരുത്തപ്പെടുന്ന ഒരു ഗ്രഹചലനമാണ്. വക്രഗതിക്കാലം ആത്മപരിശോധനയുടെയും തിരുത്തലുകളുടെയും കാലഘട്ടമാണ്. പൂർത്തിയാകാതെ കിടക്കുന്ന കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധയിൽ വരാം. വക്രഗ്രഹത്തിന് ചേഷ്ടാബലം ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ക്ഷമ, അച്ചടക്കം, ഉത്തരവാദിത്ത ബോധം എന്നിവ ഈ കാലത്ത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ കാലയളവിൻ്റെ ആദ്യഘട്ടത്തിൽ ഗുരുവിൻ്റെ മൗഢ്യവും കൂടി ഉള്ളതിനാൽ ഈ രണ്ട് പ്രധാന ഗ്രഹസംഭവങ്ങളുടെ സംയുക്ത സ്വാധീനവും ജ്യോതിഷപരമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ശനിയുടെ വക്രഗതിക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കുന്നതും. ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ലോക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാമെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതത്തെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ജാതകം ഓരോരുത്തർക്കും വ്യത്യസ്തമാണെങ്കിലും പൊതുവായി 12 രാശിക്കാർക്കും ഈ കാലഘട്ടം ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇനി ഇത് ഓരോ രാശിജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതായത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്രജാതർക്ക് ശനി ഇപ്പോൾ 12-ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. അതിനാൽ അനാവശ്യക ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. വിദേശകാര്യങ്ങൾ, ആശുപത്രി, ആത്മീയ കാര്യങ്ങൾ, ഏകാന്തത എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിൽ വരാം. പൂർത്തിയാകാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ വീണ്ടും മുന്നിലെത്താനും സാധ്യതയുണ്ട്. എന്നാൽ ക്ഷമയും അച്ചടക്കവും പാലിച്ചാൽ ഈ കാലഘട്ടം ആത്മപരിശോധനയ്ക്കും തിരുത്തലുകൾക്കും അവസരമാകും. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം നക്ഷത്രം, രോഹിണി, മകയിര 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോൾ 11-ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ലാഭം, വരുമാനം, സുഹൃത്തുക്കൾ, സംഘടനകൾ, ദീർഘകാല ആഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പുനഃപരിശോധിക്കേണ്ടി വരാം. പ്രതീക്ഷിച്ച ലാഭത്തിൽ ചില കാലതാമസങ്ങൾ ഉണ്ടായാലും നിരാശപ്പെടേണ്ടതില്ല. പുതിയ നിക്ഷേപങ്ങളും സാമ്പത്തിക തീരുമാനങ്ങളും ആലോചിച്ച് മാത്രം എടുക്കുക. നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും നിലനിർത്തുക. കഠിനാധ്വാനത്തിനുള്ള ഫലം സ്വല്പം വൈകിയാണെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി ജാതകർക്ക് ശനി ഇപ്പോൾ 10-ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. അതിനാൽ തൊഴിൽ, ബിസിനസ്, ഔദ്യോഗിക ജീവിതം എന്നിവയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം. ചില പദ്ധതികൾ പ്രതീക്ഷിച്ചതിലും വൈകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുമായി ഇടപഴകുമ്പോൾ ക്ഷമയും വിവേകവും പാലിക്കുക. തൊഴിൽ മേഖലയിൽ പൂർത്തിയാകാതെ കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും പരിഗണിക്കേണ്ടി വരാം. എന്നാൽ ആത്മാർത്ഥമായ കഠിനാധ്വാനവും അച്ചടക്കവും പുലർത്തുന്നവർക്ക് ഈ കാലഘട്ടം ഭാവിയിലെ മികച്ച നേട്ടങ്ങൾക്ക് അടിത്തറയാകുകയും ചെയ്യും. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം നക്ഷത്രജാതർക്ക് ശനി 9-ാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. അതിനാൽ ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം പരിശ്രമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. പിതാവുമായോ ഗുരുസ്ഥാനീയരുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ഷമയും ആദരവും പാലിക്കുക. ഉന്നത വിദ്യാഭ്യാസം, ദീർഘയാത്ര, നിയമകാര്യങ്ങൾ എന്നിവയിൽ ചില കാലതാമസങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ ധാർമ്മികതയും അച്ചടക്കവും കഠിനാധ്വാനവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ശനി അർഹിക്കുന്ന ഫലം തന്നെ നൽകും. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനി ഇപ്പോൾ 8-മഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും ജാഗ്രതയും ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കരുത്. സാമ്പത്തിക ഇടപാടുകളിലും വായ്പാ നിക്ഷേപ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക. പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ്, നികുതി തുടങ്ങിയ കാര്യങ്ങളിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ മുന്നിലെത്താൻ സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങളും എടുത്തുചാട്ട തീരുമാനങ്ങളും ഒഴിവാക്കുക. എന്നാൽ അച്ചടക്കത്തോടെയും സത്യസന്ധതയോടെയും മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടം ജീവിതത്തിൽ വലിയ പാഠങ്ങളും ആത്മീയ വളർച്ചയും നൽകുന്ന സമയമായി. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി ഇപ്പോൾ 7-ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ഇത് കണ്ടകശനിയുടെ കാലഘട്ടമായതിനാൽ ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും കൂടുതൽ ക്ഷമയും വിവേകവും ആവശ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും എടുത്തുചാടി തീരുമാനങ്ങൾ ഒഴിവാക്കുക.
കരാറുകൾ, പങ്കാളിത്തങ്ങൾ, പൊതുബന്ധങ്ങൾ എന്നിവ വീണ്ടും വിലയിരുത്തേണ്ട സാഹചര്യം വന്നേക്കാം. പരസ്പര വിശ്വാസവും സത്യസന്ധതയും നിലനിർത്തുന്നവർക്ക് ഈ കാലഘട്ടം ബന്ധങ്ങളെ കൂടുതൽ പക്വമാക്കുന്ന സമയമായി മാറ്റാം. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3, 4, ചോതി, വിശാഖം 1, 2, 3 നക്ഷത്ര ജാതർക്ക് ശനി ഇപ്പോൾ 6ാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ശത്രുക്കൾ, കടങ്ങൾ, രോഗങ്ങൾ, മത്സരങ്ങൾ, സേവന മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരവും ഈ കാലഘട്ടം നൽകിയേക്കാം. ജോലിസ്ഥലത്ത് കഠിനാധ്വാനത്തിന് പ്രാധാന്യം നൽകുക. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. നിയമപരമായ കാര്യങ്ങളിലും കടബാധ്യതകളിലും ആലോചിച്ച് തീരുമാനമെടുക്കുക. അച്ചടക്കവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ശനിയുടെ അനുഗ്രഹത്തോടെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് ശനി 5ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. മക്കൾ, വിദ്യാഭ്യാസം, ബുദ്ധി, നിക്ഷേപം, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ഷമയും കരുതലും പാലിക്കുക. ഊഹക്കച്ചവടം, അമിത റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ എന്നിവയിൽ ജാഗ്രത പുലർത്തുക. ആലോചിച്ച് തീരുമാനമെടുക്കുകയും അച്ചടക്കത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ കാലഘട്ടം നല്ല അനുഭവങ്ങളും പക്വതയും നൽകും. ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദം നക്ഷത്ര ജാതർക്ക് ശനി ഇപ്പോൾ 4ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ഇത് അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമായതിനാൽ വീട്, കുടുംബം, മാതാവ്, വാഹനം, ഭൂമി, മനഃശാന്തി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ പാലിക്കുക. വീട്, വാഹനം, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കുക. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാതിരിക്കാൻ ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ക്ഷമയും അച്ചടക്കവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടവും നല്ല അനുഭവങ്ങൾ സമ്മാനിക്കും. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി ഇപ്പോൾ 3ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ധൈര്യം, പരിശ്രമം, സഹോദര ബന്ധങ്ങൾ, ആശയവിനിമയം, ചെറിയ യാത്രകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടം നല്ല പുരോഗതിക്ക് വഴിയൊഴുക്കും. സഹോദരങ്ങളുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്തുക. ശനിയുടെ അച്ചടക്കവും ക്ഷമയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ വക്രഗതി അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഇനി കുംഭൻ രാശിയിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനി ഇപ്പോൾ 2ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. ധനം, കുടുംബം, വാക്ക്, സമ്പാദ്യം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുക. സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കും. ദീർഘകാല സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലഘട്ടം നല്ല അടിത്തറ ഒരുക്കും. ശനിയുടെ സ്വഭാവമായ അച്ചടക്കവും മിതത്വവും പാലിച്ചാൽ ഈ വക്രഗതി ഗുണകരമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനി ഇപ്പോൾ ജന്മരാശിയിൽ 1ാം ഭാവത്തിൽ നിന്നാണ് വക്രഗതിയിൽ ഫലം നൽകുന്നത്. അതിനാൽ ആരോഗ്യം, മനോനില, ആത്മവിശ്വാസം, വ്യക്തിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ ഒഴിവാക്കുക. ക്ഷമയോടെയും പക്വതയോടെയും മുന്നോട്ട് പോവുക. ജീവിത ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും വീണ്ടും വിലയിരുത്തേണ്ട സമയമാണിത്. കഠിനാധ്വാനവും അച്ചടക്കവും സത്യസന്ധതയും കൈവിടാതെ മുന്നോട്ട് പോകുന്നവർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് അടിത്തറയിടും. ശനി പരീക്ഷിക്കുമെങ്കിലും അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന ഫലം നൽകുന്ന കർമ്മഫലദാതാവാണെന്ന് കൂടി ഓർക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവായ ഗോചരഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനനജാതകം, ദശാഭുക്തി, മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. അതിനാൽ ഇത് ഒരു പൊതുവായ മാർഗനിർദ്ദേശമായി മാത്രം മനസ്സിലാക്കുക. ചിങ്ങം 1 മുതലുള്ള ഓരോ രാശിയുടെയും ഫലങ്ങൾ കൂടുതൽ വിശദമായി നക്ഷത്രാടിസ്ഥാനത്തിലും ജാതകപരമായ കാഴ്ചപ്പാടിലുമായി പ്രത്യേക വീഡിയോകളിലൂടെ പരിശോധിക്കുന്നതാണ്. അതിൽ ഓരോ രാശിക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യാം. ഇത് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.
ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ശുഭാശംസകൾ. നന്ദി, നമസ്കാരം.